കിട്ടിയിട്ടുണ്ട് കേട്ടാ ചേമ്പന്തണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു നാടൻ കറി തന്നെ ഉണ്ടാക്കി വെക്കാലോ. ചേമ്പന്തണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. താഴ്പാമ്പ് എന്ന് പറയട്ടോ ഞങ്ങള്, ഭയങ്കര വിഷമാണ്. അപ്പൊ അതൊന്നും ഇല്ല എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളിതൊക്കെ ഉണ്ടാക്കാൻ. കഴുകി വൃത്തിയാക്കി എടുത്ത ചേമ്പന്തണ്ടിന് നമ്മള് ചട്ടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും, കുറച്ച് കറിവേപ്പില ഇതാ ഇട്ട് കൊടുക്കണ്ടേ. ഇനി പാകത്തിനുള്ള വെള്ളം, നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണേ, എന്നിട്ട് വേണം വേവിക്കാൻ. അങ്ങനെ ഇതാ നമ്മൾ ചിരകിയെ കൊണ്ടുവന്നിട്ടുള്ള തേങ്ങ കേട്ടോ. അതിലേക്ക് ഇതാ 2-3 കാന്താരി മുളകും, ഒരു വല്യുള്ളിയും, ഒരു വെളുത്തുള്ളിയും, കുറച്ച് പച്ചക്കടുക് കിട്ടോ, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് തൈര് ചേർത്ത് നമുക്ക് അരച്ചുകൊണ്ടുവരാം. ആ ഒരു ചേമ്പൻ തണ്ട് ഇതാ നല്ല രീതിയിൽ വെന്തുട്ടോ. ആ ഒരു അരപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാട്ടോ. നമുക്ക് ഒന്നും ഇങ്ങോട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം തിളച്ചേക്കുക. തിളച്ചിങ്ങോട്ട് വന്ന അപ്പം തന്നെ നമുക്ക് വാങ്ങണം കേട്ടോ. അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ തിളച്ചിട്ടുണ്ടേ വാങ്ങിക്കുക. വെളിച്ചെണ്ണ ചൂടായി കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതാ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ്, വറ്റൽ മുളകും കറിവേപ്പിലും. ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മളെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുക്കാം. അടച്ചും കൂടി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടോ. അപ്പൊ എന്താ ഉണ്ടാവുക അറിയോ, നമ്മൾ വറവിട്ടതിന്റെ ആ ഒരു സത്തൊക്കെ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ. ആ ഇലേന്റെ നടുക്കിലേക്ക് കുറച്ച് ചോറ് അങ്ങനെ അങ്ങോട്ട് വിളമ്പാം. ഈ ഇലേന്റെ ഈ ഭാഗത്തായിട്ട് കുറച്ച് അച്ചാറും, നമ്മളെ റംബുട്ടാൻ അച്ചാറാട്ടോ, തനി നാടൻ ചേമ്പന്തണ്ടിന്റെ കറിയും കൂടി അങ്ങോട്ട് വിളമ്പാം. ഒരു പപ്പടം കൂടി അങ്ങോട്ട് വെച്ചിട്ട് കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിച്ചു വെക്കുക. മോര് കറി കഴിക്കൂലേ, അതിന്റെ വേറെ ടേസ്റ്റ് ഉണ്ട്. ഓക്കെ,